ഹായ് ഗായ്സ്, മാസങ്ങളോളമായിട്ട് എൻ്റെ ഗാലറിയിൽ കിടക്കുന്ന ഒരു വീഡിയോ ആണിത്. സംഭവം ഇത് ചിലരത് റെഡിയാവും, ചിലരത് റെഡിയാവില്ല. ഇൻ്റെത് റെഡിയായില്ല എന്ന് പറഞ്ഞില്ലേ, ആ കൂട്ടത്തിൽ മറ്റൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യണോ വേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും വൈകിയത്. എന്തായാലും നമ്മൾ ഉണ്ടാക്കിയതല്ല, അപ്പം അതുകൊണ്ട് അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ച്. സംഭവം ഒന്നുമല്ല, വീണ്ടും ഒരു മുള്ളൻ പെണ്ണാണ്. എനിക്ക് എന്താണ് അതുകൊണ്ട് സെറ്റ് ആവാതൊരു സമാധാനം ഇല്ലായിരുന്നു. അപ്പോൾ വീണ്ടും അങ്ങനെ ഉണ്ടാക്കി. സംഭവം ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഒരു കേക്ക് ബോർഡാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ വൈറ്റ് സിമെൻ്റ് എടുത്തു, അതിലേക്ക് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തു, പാകത്തിനാണ്. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സെയിം പ്രോസസ്സ് തന്നെയാണ് മൂൺ ലാമ്പ്. അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളിയാക്കിയിട്ട് സെറ്റാക്കി എടുത്ത് ഇനി നമ്മൾ കേക്ക് ബോർഡ് എടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് പരത്തി അങ്ങോട്ട് കൊടുത്തു. ഒരു മടിയും കാണിച്ചിട്ടില്ല, സംഭവം അങ്ങോട്ട് പരത്തി. എൻ്റെ ടൂൾസൊക്കെ മനസ്സിലായില്ലേ, സ്പൂണാണ് കേട്ടോ. സ്പൂണെങ്കിൽ സ്പൂണ് നമ്മൾ നല്ല രീതിയിൽ അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു പിശുക്കും കാണിച്ചിട്ടില്ല ഞാൻ. എന്തിനാ വെറുതെ പിശുക്കിയിട്ട്? അപ്പോൾ പിശുക്കണ്ട വിചാരിച്ച് നല്ലോണം തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവസ്ഥ. നമ്മളെടുത്ത എല്ലാ വൈറ്റ് സിമെൻറ്റും അതിലേക്ക് തന്നെ അങ്ങോട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇനി നമുക്ക് നെക്സ്റ്റ് ടൂള് നമ്മുടെ വിരലാണ്. വിരൽ വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കാം. ഒരു മൂണിൻ്റെ ലുക്കിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എല്ലാവരും ചെയ്യുന്നത് കണ്ടു, അപ്പം ഞാൻ ചെയ്ത് നോക്കി. സംഭവം ഇതുവരെ വളരെ ശരിയാണെന്ന് പറയില്ലേ, അതേപോലെ ഇതുവരെ വളരെ ശരിയായിരുന്നു. അപ്പോൾ ഇതുപോലെ കൈ വെച്ച് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കാം. മൂൺ ഷേപ്പിന് വേണ്ടിയിട്ടാണേ. പിന്നെ കുറച്ച് റഫാണല്ലോ മൂൺ ഷേപ്പ്. പിന്നെ കൈ വെച്ച് ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഷേപ്പ് അങ്ങോട്ട് റെഡിയാവും. ഇപ്പം കണ്ടില്ലേ, ഏകദേശം ആ ലുക്കിലൊക്കെ വന്നിട്ടുണ്ട്. കൈ വെച്ച് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കാം. സോ സിമ്പിൾ. എന്തായാലും പണിയൊക്കെ എളുപ്പമായിരുന്നു. പണി എളുപ്പമായിരുന്നു, ബാക്കി കാര്യങ്ങളാണ് ഇനി കാണേണ്ടത്. അപ്പോൾ കണ്ടില്ല, നമുക്കിനി ഇത് കുറച്ചും കൂടി പണിയുണ്ട്. ജസ്റ്റ് ഒരു കത്രിക എടുത്ത് ഇങ്ങനെ വരച്ചു കൊടുക്കണേ. ഒരു ഷോക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ. ചന്ദ്രനായി തോന്നാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വരച്ചു കൊടുത്തതാണ്. അങ്ങനെ ചില ഭാഗങ്ങളിലൊക്കെ നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എൻ്റെ വക ഞാൻ വരക്കൊന്നും ഒരു കുറവ് കൊടുത്തിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ വരച്ച് വെച്ചിട്ടുണ്ട്. മൂണായി തോന്നിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് ഇതൊക്കെ. ഇനി നമുക്കത് ഉണക്കാൻ വെക്കണം. നല്ല രീതിയിൽ തന്നെ ഉണങ്ങിയാൽ ബാക്കി പരിപാടി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ, ഇനി ഉണക്കാൻ വെക്കാം. ഓക്കെ, വരച്ചിട്ട് എനിക്കുണ്ടെങ്കിൽ മതിയാവണില്ല, ഇവിടേക്ക് വരക്കേണ്ട വെച്ചിട്ടാണ് ഞാൻ. അപ്പോൾ നമ്മളിതാ ഉണക്കി സെറ്റാക്കിയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ മൂണ്ട് ഷേപ്പ് വന്നിട്ടില്ലേ. ഇനി ജസ്റ്റ് ആഷ് പെയിൻറ് കൊടുത്ത് ജസ്റ്റ് നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഐ മീൻ ബ്രഷ് കൊണ്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ചാരനിറം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചന്ദ്രന് വെള്ളമായിട്ടല്ലല്ലോ തോന്നിക്കുക. അപ്പം അതിന് വേണ്ടി ഇങ്ങനെ ഒരു ചാരനിറമൊക്കെ കൊടുത്തു. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ അങ്ങനെ പറയുമല്ലോ, അതാണിത്. സാരമില്ല, ഇത് മൂൺ ലാമ്പായിട്ട് തുടങ്ങിയതാണ്, അവസാനം മൂൺ ഡെക്കോറായിട്ട് മാറ്റിയിട്ടുണ്ട്. ഐ മീൻ വാൾ ഡെക്കോർ. ഇത് നമുക്ക് ചുമരുമ്പോൾ തൂക്കിയിടാനേ പറ്റുള്ളൂ കേട്ടോ. ഞാനും മൂൺ ലാമ്പ് തമ്മിൽ എന്തോ ഒരു ശത്രുത ഉണ്ട് തോന്നുന്നു ഗൈസ്. എനിക്ക് അങ്ങോട്ട് ശരിയാവണില്ല. മറ്റേ മൂൺ ലാമ്പ് സെറ്റായി, പക്ഷെ ഇതങ്ങോട്ട് ശരിയാവണില്ല. അപ്പോൾ ഓക്കെ, നമ്മളിതാ പെയിൻ്റൊക്കെ കൊടുത്തതിന് ജസ്റ്റ് ഒരു കാർഡ്ബോർഡ് പീസ് എടുത്ത് ബ്ലാക്ക് കൊടുത്തു. പിന്നെ ജസ്റ്റ് ഇതുപോലെ റൗണ്ട് ആക്കിയിട്ട് വെട്ടിയെടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ വാൾ ഡെക്കോർ. ഇനി ഞാൻ ലൈറ്റ് ഇട്ടപ്പോൾ അത് വർക്കിംഗ് അല്ല, വെറുതെ അവിടെ കോട്ടാക്കിയിട്ട് ഗൈസ്. ലൈറ്റ് ഇട്ടപ്പോൾ നമ്മൾ പഴയ മൂൺ ഡെക്കോർ പോലെ ആയില്ല. അപ്പോൾ എന്തായാലും ചുമരുമ്പോൾ തൂക്കാൻ വിചാരിച്ച് നമ്മൾ പണി അങ്ങോട്ട് നിർത്തി. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചിലവർക്ക് ശരിയാവും, ചിലർക്ക് റെഡിയാവും. എൻ്റെത് റെഡിയായില്ല. ഓക്കെ, ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.